Welcome to Gita's Bhakti Geetam, one day one slogam, Srimad Mahabhagavata Mahatmyam, 433rd day. Today, 6th chapter, 33rd sloka. Om Namo Bhagavate Vasudevaya, Om Shri Krishna Paramatmane Nama. Gita's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 433 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. ഓം തത്സത്. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരത, ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരത, ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, പ്രാർത്ഥന ചെയ്ത് ആ ശ്രീമദ് മഹാഭാഗവത ഗ്രന്ഥത്തെ ധൂപങ്ങളും ദീപങ്ങളുമൊക്കെ കാട്ടി ചെയ്യണമെന്ന്, പൂജ ചെയ്യണമെന്ന്. അതിനുശേഷം ഇപ്പോൾ പറയുകയാണ്, ശ്രീമദ് മഹാഭാഗവത വാചിക്കുന്ന ആചാര്യനെ അതായത് വക്താവിനെ ഇപ്രകാരം സ്തുതിക്കണം. അതായത്, ഹേ ശുഗമൂർത്തെ, ശ്രീ ശുഗബ്രഹ്മർഷി തന്നെയാണ് ആ വക്താവായിട്ട്, അതായത് ആചാര്യനായിട്ട് നിന്ന് അവിടെ വന്ന് നമുക്ക് ശ്രീമദ് മഹാഭാഗവത കഥ പറഞ്ഞു തരുന്നത് എന്നുള്ള മനസ്സോട് കൂടിയിട്ട് അങ്ങനെ സങ്കല്പം ചെയ്തിട്ട് ഇപ്രകാരം പറയണം. അല്ലയോ ശുഗമൂർത്തെ, സർവജ്ഞ, എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന വിശാരദൻ, എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനായിട്ടുള്ളവനെ, ഈ കഥയെ നന്നായി പ്രകാശിപ്പിച്ച് എൻ്റെ അജ്ഞാനത്തെ നീക്കിത്തരയണമേ. ഈ കഥ, ഏത് കഥയാണോ അജ്ഞാനത്തെ നീക്കുന്നത്, അപ്രകാരമുള്ള ഈ കഥ, ഏതത് കഥാ പ്രകാശേന മതജ്ഞാനം വിനാശ. എൻ്റെ മതം എന്ന് പറഞ്ഞാൽ എൻ്റെ, എന്ന് പറഞ്ഞാൽ എൻ്റെ അജ്ഞാനത്തെ വിനാശയെ നശിപ്പിച്ചു തന്നാലും എന്ന് പറയുകയാണ്. ശ്രീമദ് ഭാഗവത മണ്ഡപങ്ങളും എല്ലാം ഒരുക്കാനും എല്ലാവിധ ഇതും പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രീമദ് മഹാഭാഗവതം പറയുന്ന ആളെ എപ്രകാരം പൂജിക്കണം, എപ്രകാരം സ്തോത്രം ചെയ്ത് പൂജിക്കണം എന്ന് പൂജിക്കേണ്ടുന്നത് സ്തോത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ശുഗൻ്റെ തന്നെ രൂപമായിട്ട് വന്നിരിക്കുന്ന, അല്ലയോ ശാസ്ത്രങ്ങളെല്ലാം അറിയുന്ന മഹാത്മാവേ, എൻ്റെ അജ്ഞാനം ഈ കഥ പ്രകാശിപ്പിച്ചുകൊണ്ട് നീക്കിത്തരയണമേ. ശ്രീമദ് ഭാഗവത സപ്താഹം കേട്ടാൽ എല്ലാ അജ്ഞാനങ്ങളും നീരും എന്നാണ് പറയുന്നത്. വെറുതെ കേട്ടാൽ പോരാ, എല്ലാ കാര്യവും, ഈ പറയുന്ന ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ അതിന് അതിൻ്റേതായ ഫലമുണ്ടായിരിക്കുകയുള്ളൂ. ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി വിനയത്തോടുകൂടി ചെയ്താൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. പറയുന്ന ആളും കേൾക്കുന്ന ആളും രണ്ടുപേരും നിഷ്കളങ്കരും എല്ലാം ദൈവമെന്ന് കരുതി ഉള്ള ആൾക്കാരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓരോ സ്ഥലത്തും പറയുന്നുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ, ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.